എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ചെറിയ പെരുന്നാൾ ആശംസിക്കുകയാണ് കേട്ടോ. അന്നേരം പെരുന്നാളോടനുബന്ധിച്ച് നമ്മളാണെങ്കിൽ ഒരു പെരുന്നാൾ ലുക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്നേരം നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാനിത് ആദ്യമായിട്ട് അന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഒരു ഹിജാബ് ലുക്കാണ്. അന്നേരം എനിക്കാണെങ്കിൽ ഇങ്ങനെ ഹിജാബ് ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ കാണുമ്പോൾ ഒരു ഭംഗി, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഹിന്ദു പെൺകുട്ടികൾക്ക് ഹിജാബിനോട് വല്ലാത്തൊരു പ്രണയമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അടുത്ത് തന്നെ വിച്ചൂട്ടി ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കി ഓരോന്നൊക്കെ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ മുടി സെറ്റ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മുടി ഇപ്പോൾ ഏത് ഹെയർ സ്റ്റൈലായാലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കാരണമായല്ലേ. അന്നേരം നമ്മുടെ മുടിയാണെങ്കിൽ കാണുന്നില്ലല്ലോ, അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല ഗൈസ്. കാരണം ഹിജാബ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടി നമ്മൾ എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്താലും വലുതായിട്ട് കാണത്തില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളിപ്പം ഞാൻ എപ്പോഴും എനിക്ക് കോമൺ ആയിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു എൻ്റെ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത്. ഞാൻ എപ്പോഴും ഇതാണ് ചെയ്യുക കേട്ടോ. എനിക്ക് ഏറ്റവും കംഫർട്ടബിളും ഇതാണ്. ഈ ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും എന്തോ എനിക്ക് എൻ്റെ ഫേസിന് ചേരുന്നതായിട്ട് തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾ എനിക്ക് ഏത് ഹെയർ സ്റ്റൈലാണ് ചേരുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ചിലർക്ക് കൂടെ ഇങ്ങനെ വകുപ്പെടുത്തിട്ട് അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ നമ്മൾ ഹിന്ദുസിന് നല്ല ചേരുന്നൊരു ഹെയർ സ്റ്റൈലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട് ഗൈസ്. സത്യം പറയാമല്ലോ, ഒട്ടുമില്ല ഫൗണ്ടേഷൻ എല്ലാം തീർന്ന് ഗൈസ്, തീർന്ന്. അന്നേരം ഞാൻ അതിൽ നിന്നൊക്കെ തോണ്ടിയെടുക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ ബ്ലെൻഡർ കാണുന്നില്ല ഗൈസ്. കാരണം വിച്ചൂട്ടനെ ഇപ്പം ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവനത് വേണമെന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ കൊടുത്ത് അവ എവിടെയോ എടുത്തിട്ട് കേട്ടോ. ഇനി കട്ടിലിൻ്റെ അടിയൊക്കെ വൃത്തിയാക്കുമ്പോഴായിരിക്കും അത് കിട്ടുന്നത് കേട്ടോ. അന്നേരം ഞാനാണെങ്കിൽ ഇത് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഈ ഫൗണ്ടേഷൻ നല്ലതാണ് കേട്ടോ. NYBയുടെ നമ്മൾ 220 രൂപയൊക്കെ കൊടുക്കുകയാണെങ്കിലും ഒരു നഷ്ടവും പറയാനില്ല. നമ്മളൊരു ഈവൻ ടോൺ ആക്കും കേട്ടോ നമ്മുടെ സ്കിന്ന്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഡിസ്കളറേഷനോ എന്തെങ്കിലും ഒരു വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ, ഓൾറെഡി എൻ്റെ സ്കിന്ന് എനിക്ക് തോന്നുന്നു ഈവൻ ടോൺ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം പിന്നെ നമ്മുടെ ഈ ചുണ്ടിൻ്റെ ഭാഗം ഒക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്ത് മാത്രം ഒരു കളർ ചേഞ്ച് ഉണ്ട്. പിന്നെ ചില സമയത്ത് ഉറക്കമില്ലാത്ത സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ അടിയിലും കളർ ചേഞ്ച് വരാറുണ്ട് ഗൈസ്. അന്നേരമൊക്കെ എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ഈ സംഭവം. അന്നേരം കണ്ടോ ഈ നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടും. നല്ലൊരു ഗ്ലോ വരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫൗണ്ടേഷൻ. തീർന്നിന് എനിക്ക് അടുത്ത് വാങ്ങിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ലിപ് ബാം ഇട്ട ശേഷം ലിപ്സ്റ്റിക്ക് ഇടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിനും അതാണ് നല്ലത് കേട്ടോ. പിന്നെ ഈ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇടുന്നതിന് മുന്നേ നമ്മൾ മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായത് കൊണ്ടാണ് ഗൈസ് ഞാൻ അതൊന്നും ഇടാതിരുന്നത്. പിന്നെ മെയിനായിട്ട് എൻ്റെ ഇല്ല സൺസ്ക്രീനൊക്കെ എന്നേ കാലിയായി. നമ്മൾ പിന്നെ അതൊന്നും ഇപ്പം കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നിങ്ങൾ എന്ത് മേക്കപ്പ് ചെയ്യുമ്പോഴും കഴുത്തിലും കൂടെ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പം കഴുത്തിലിട്ടിട്ടില്ല, എന്നാലും എനിക്ക് ഏകദേശം ഒരേ ടോണാണ് കഴുത്തിലും മുഖത്തും ഒക്കെ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൽ അധികം ടാൻ അടിക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ, ഞാൻ ലിപ്സ്റ്റിക്ക് തന്നെ എടുത്ത് നമുക്ക് ബ്ലഷൊക്കെ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ ബ്ലഷ് എന്നെ ചതിച്ച് കുറച്ച് കൂടുതലായിപ്പോയി. ഞാൻ എന്നിട്ട് എന്തൊക്കെയോ തപ്പുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബ്ലഷ് ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇപ്പോഴാണെങ്കിൽ ഒരു കറക്റ്റ് ഒരു ലുക്ക് കിട്ടിയെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കണ്ണും എഴുതി നമ്മുടെ ഐബ്രോസും ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് കൺമഷി എടുത്ത് ഇട്ടിട്ടുണ്ട്. കാരണം കണ്ണിനടി എഴുതിയില്ല കേട്ടോ. കണ്ണിനടിക്ക് പകരം ഞാൻ ഇങ്ങനെ കൺമഷി വെച്ച് വരച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. കാരണം ഈ സുറുമ ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതിന് ആ സംഭവമാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഹിജാബ് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇത് ഹിജാബ് കെട്ടുന്ന തുണിയല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സംഭവം ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ഇങ്ങനെ വേറെന്തോ ഒരു സംഭവം പറയുമല്ലോ, സ്റ്റോള് അങ്ങനെയല്ലേ പറയാം. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ കുറേ നാൾ മുന്നേ ചെയ്തതാണ്, അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. അന്നേരം ഷോളിൻ്റെ ചെറിയ സാധനം ഉണ്ടല്ലോ, അന്നേരം ആ സാധനമാണിത്. ഞാൻ അന്നേരം ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. എനിക്ക് സത്യം പറയാമല്ലോ, ഹിജാബ് ലുക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തന്നെ ഈ ലുക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. പിന്നെ ഇത് തന്നെ കുറേ ഞുറുവായിട്ട് ഇങ്ങനെ ഇടുന്ന നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്നേരം ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഷോളിന് നീളം കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധ്യമല്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് ഒരെണ്ണമായിട്ട് മാത്രം. പക്ഷേ എനിക്ക് ഇങ്ങനെ തട്ടായിട്ട് കിടക്കുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നമ്മൾ കാണുന്ന പോലെ വലിയ
ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഇച്ചിരി ഒരു 10 മിനിറ്റ് ഒന്ന് മെനക്കെടാമെങ്കിൽ നല്ല ഭംഗിയിൽ ഹിജാബ് ആക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഈ സാധനം ഞാൻ പൊക്കി വെക്കാൻ നോക്കുകയാണ്, പക്ഷേ അത് പൊങ്ങുന്നില്ല ഗൈസ്. പിന്നെ ലാസ്റ്റ് സമയമായപ്പോഴത്തേക്കും ഞാൻ എന്തായാലും പൊങ്ങി. കാരണം അത് നമ്മൾ വെക്കേണ്ട ഒരു രീതിയുണ്ട് കേട്ടോ. ആ രീതിയിൽ വെച്ചാൽ മാത്രമേ അത് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. അങ്ങനെ ഇതാ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തുമായാലും എന്തെങ്കിലും കുറ്റോ കുറവൊക്കെ ഉണ്ടെങ്കിൽ പറയാം. കാരണം നിങ്ങളൊരു കുഞ്ഞനിയത്തിയെ പോലെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ദൂരെ നോക്കുമ്പോൾ എന്നെ ഒരു മുസ്ലിമിനെ പോലെ തന്നെയാണെന്ന് തോന്നുന്നത്. പിന്നെ നമുക്കിങ്ങനെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞൊരു വേർതിരിവോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഇപ്പം അവരുടെ ഒരു നല്ലൊരു ആഘോഷം വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് അവരുടെ ഒരു മേക്ക് ഓവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അന്നേരം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ.